നമസ്കാരം. നമ്മൾ അടുത്ത് നോക്കുന്നത് സെക്ഷൻ 4.6 ആണ്. അതിനകത്ത് ഒരു പുതിയ ഡെഫിനേഷൻ യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി എന്നൊരു കൺസെപ്റ്റും അതിനെ ബേസ് ചെയ്തിട്ടുള്ള വൈറ്റലി കൺവേർജൻസ് തിയറമാണ് പഠിക്കാനുള്ളത്. പക്ഷേ അത് പ്രൂവ് ചെയ്യുന്നതിന് മുന്നോടിയായി നമ്മൾ 2-3 ലെമ്മകളും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെമ്മ 22. ഈ 22-ൽ പറയുന്നത് ഒരു സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ് ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ ഡെൽറ്റയേക്കാൾ ലെങ്ത്ത് കുറഞ്ഞ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സിൻ്റെ യൂണിയനാക്കി ഇ എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇഫ് മെഷർ ഓഫ് എ ഈസ് ഫൈനൈറ്റ് ആൻഡ് ഡെൽറ്റ ബി എനി പോസിറ്റീവ് ക്വാണ്ടിറ്റി, then this corresponding to delta you can find out finite number of disjoint measurable subsets of E in which their union is equal to E and each has length less than delta. അങ്ങനെ വരുന്ന ആ ഓരോ, അതായത് E1 E2 എക്സെട്ര En കണ്ടുപിടിക്കാൻ പറ്റും. ഓരോന്നിൻ്റെയും മെഷർ ഡെൽറ്റയേക്കാൾ കുറവായിരിക്കും. E1 E2 എക്സെട്ര En ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അവരുടെ യൂണിയൻ E എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഈ ലെമ്മയിൽ പറയാം. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്കറിയുന്ന ഒരു റിസൾട്ട് എം ടി സെറ്റ് സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ -1 ആണെന്ന് നമുക്കറിയാം. കാരണം എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റാണ് എം ടി സെറ്റ്. ആൻഡ് ദിസ് ഇൻ്റർവൽ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ -2 ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ -3 എക്സെട്ര എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. ദാറ്റ് മീൻസ് ഇ മൈനസ് എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി സൂപ്പർ സെറ്റ് ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -1 ദാറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -2 എക്സെട്ര നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇയുടെ ഫസ്റ്റ് സെറ്റിൻ്റെ മെഷർ ഇ മൈനസ് എം ടി മീൻസ് ഇ തന്നെയാണ്, അതിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ്. ഇനി ഓരോ സെറ്റും മെഷറബിൾ സെറ്റ്സ് ആണ്, കാരണം ഈ മെഷറബിൾ ആണ്, ഇൻ്റർവലും മെഷറബിൾ ആണ്, ദ ഡിഫറൻസ് ഈസ് ആൾസോ മെഷറബിൾ. ഇതിപ്പോൾ വി ഗെറ്റ് ഫ്രം വൺ വി ഗെറ്റ് ascending chain of measurable subsets of E with measure of E is finite, or the first set has measure finite. Then by theorem 15 chapter 2 theorem 15 പ്രകാരം continuity of measure എന്ന് പറയുന്നത് ഇങ്ങനെ ഡിസെൻഡിങ് ചെയിൻ ആണെങ്കിൽ മെഷർ ഓഫ് ദി ഇൻ്റർസെക്ഷനും ലിമിറ്റിംഗ് മെഷറും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ n equal to 1 to infinity E minus close interval minus n equal to limit n tends to infinity measure of E minus close interval minus n. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലോസ് ഇൻ്റർവൽ -n എന്ന് പറയുന്ന റിയൽ ലൈനായി മാറും. അങ്ങനെയാണെങ്കിൽ E മൈനസ് ആർ എന്ന് കിട്ടുക. E മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ സബ്സെറ്റ് ഓഫ് ആർ ആണ്. ദാറ്റ് മീൻസ് E മൈനസ് ആർ ഈസ് എം ടി ആയിരിക്കും. ദോ ഫോർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള സെറ്റ് എം ടി സെറ്റ് ആവും. ദാറ്റ് മീൻസ് മെഷർ ഓഫ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ മെഷർ ഓഫ് ദി ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 0 ആണ് കിട്ടുന്നത്. അതായത് ലിമിറ്റിംഗ് മെഷർ എന്താണെന്ന് കിട്ടുന്നു, 0 ആണ് കിട്ടുന്നു. ഇനി മെഷർ ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -n ഒരു സീക്വൻസ് ആണ്. ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -n എന്ന് പറയുന്നതിൻ്റെ മെഷർ ഒരു സീക്വൻസിലേക്ക് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -1 x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -2 എക്സെട്ര ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോൺ നെഗറ്റീവ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ലിമിറ്റ് 0 ആണെന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് കിട്ടുന്നത്. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം കറസ്പോണ്ടിങ് ടു ഈച്ച് പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഇവിടെ ഡെൽറ്റ നമ്മൾ എടുക്കുക, സാധാരണ എപ്സിലോൺ എടുക്കുക, ഇവിടെ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നാച്ചുറൽ നമ്പർ n0 അല്ലെങ്കിൽ k എന്ന് പേര് കൊടുക്കാറുണ്ട്. സച്ച് ദാറ്റ് മെഷർ ഓഫ് ഇ മെഷർ ഓഫ് എന്നുള്ളതിന് പകരം ശരിക്കും നമ്മൾ എഴുതുന്നത് മോഡുലസ് ഓഫ് മെഷർ ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -n -0 ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 എന്ന് പറയുക. ഇൻ പർട്ടിക്കുലർ n0 ടേമിലും അത് സംഭവിക്കും. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് മെഷർ ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -0 ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടുക. പക്ഷേ മെഷർ വാല്യൂ ഓൾറെഡി പോസിറ്റീവാണ്. 0 മൈനസ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ഫോർ മെഷർ ഓഫ് ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -n0 ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടും. ഇനി ഇ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയിൽ നിന്ന് കോമൺ വാല്യൂ മൈനസ് ചെയ്യണം. ഇയുടെയും ക്ലോസ് ഇൻ്റർവലിൻ്റെയും കോമൺ വാല്യൂ. പക്ഷേ നമുക്കറിയാം ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ -n0 ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ n0 ആണ്. അതായത് കോമൺ വാല്യൂ എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ ആണ്. പക്ഷേ നമുക്കറിയാം ഏതൊരു ക്ലോസ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിലും ഒരു ഫൈനൈറ്റ് പാർട്ടീഷൻ ഉണ്ടാവും. ആ പാർട്ടീഷൻ ഡിസ്റ്റോയിൻറ്റ് ഇൻ്റർവെല്ലിൻ്റെ അല്ലെങ്കിൽ ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സിൻ്റെ കളക്ഷൻ ആയിരിക്കും. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സിൻ്റെ കളക്ഷൻ അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ആ ഇൻ്റർവെൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടീഷൻ ഉപയോഗിച്ചിട്ട് ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ -n0 പാർട്ടീഷൻ കാണാൻ എളുപ്പമാണ്. ഓരോ പാർട്ടീഷൻ മെമ്പേഴ്സിനെയും ഇയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന പുതിയ കളക്ഷൻ ഫൈനൈറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റോയിൻറ്റ് കളക്ഷൻ ആയിരിക്കും. അവരുടെ യൂണിയൻ ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ -n0 ആയിരിക്കും. അപ്പോൾ ആക്ച്വലി ഈ മൈനസ് ക്ലോസ് ഇൻ്റർവൽ -n0
എൻ മൈനസ് എൻ നോട്ട് എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് എൻ നോട്ട് തന്നെയാണ്. കാരണം ആ കോമൺ വാല്യൂ ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് എൻ നോട്ടിനെയാണ് നമ്മൾ അവിടെ റിമൂവ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൈനസ് ആ റിമൂവ് ചെയ്യുന്നതിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് എൻ നോട്ടിൻ്റെ മെഷർ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. കാരണം ക്ലോസ് ഇൻ്റർവൽ മൈനസ് എൻ നോട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവലാണ്. അപ്പോൾ അതിന് ഫൈനൈറ്റ് പാർട്ടീഷൻ ഉള്ളതുകൊണ്ട്, ആ ഇൻ്റർവലിന് ഫൈനൈറ്റ് പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് എൻ നോട്ടിന് ഒരു ഫൈനൈറ്റ് പാർട്ടീഷൻ നമുക്കുണ്ടാവുമെന്ന് നമുക്കറിയാം. ആ പാർട്ടീഷനുള്ള ഓരോരുത്തരുടെയും ലെങ്ത്ത് നമുക്ക് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുക നമ്മൾ ഈ ഡെഫിനേഷൻ പറഞ്ഞാൽ ഈ ഹാസ് എ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് സെറ്റ്സ് ഈച്ച് ഓഫ് വിച്ച് ഹാസ് മെഷർ ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഇയെ ഇങ്ങനെ എഴുതാൻ പറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയിൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ മൈനസ് എൻ നോട്ടിനെ റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് എൻ നോട്ടിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നു? ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് പാർട്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതിൽ ഓരോന്നിൻ്റെയും ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റയാണെന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? നമുക്ക് ഈ ഇയെ തന്നെ അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈയുടെ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ കേസിൽ നിന്നും കിട്ടുന്ന ഫൈനൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ലിമിറ്റ് മെഷർ ഓഫ് ഇ മൈനസ് ദാറ്റ് വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് അതിനർത്ഥം ഈക്കും അതിനും കോമൺ അല്ലാത്തതിൻ്റെ എലമെൻറ്റ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ ആ മെഷർ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിഗബിൾ ആവുന്നത് കൊണ്ട് ഈയെ തന്നെ ഇത്തരത്തിലുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സിൻ്റെ മെഷർ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന സെറ്റ്സിൻ്റെ കളക്ഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ആ ലെമ്മയായിട്ട് പറയാനുള്ളത്. ഇനി ഈ ലെമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ ഏത് പോസിറ്റീവ് ക്വാണ്ടിറ്റി അനുസരിച്ചുകൊണ്ടും ആ പോസിറ്റീവ് ക്വാണ്ടിറ്റിയേക്കാൾ ലെസ് ദാൻ ലെങ്ത്തുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ഉപയോഗിച്ചിട്ട് മെഷറബിൾ സെറ്റ്സ് ഉപയോഗിച്ച് ഇതിനെ മാറ്റി എഴുതാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പ്രപ്പോസിഷൻ 23 നമ്മളോട് പറയുന്നത് എഫ് ഒരു മെഷറബിൾ ഫംഗ്ഷനാണ് ഓൺ ഇ ആൻഡ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ. ഇൻറ്റഗ്രബിളും ആണ് തന്നിട്ടുണ്ട്. ദെൻ ഏതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എപ്സിലോൺ എടുത്താലും ദർ ഈസ് ആൻ അനദർ ക്വാണ്ടിറ്റി ഡെൽറ്റ സച്ച് ദാറ്റ് ഇഫ് ഇ സബ്സെറ്റ് ഓഫ് ഇ എ സബ്സെറ്റ് ഓഫ് ഇ മെഷറബിൾ ആൻഡ് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ദെൻ ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ എന്ന് പറഞ്ഞ അർത്ഥം ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ലെസ് ദാൻ ഡെൽറ്റ എന്നർത്ഥം, ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നർത്ഥം. ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് മോഡ് എഫിൻ്റെ ഈയിലുള്ള ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്നാണ് അർത്ഥം. ഒരു ഫൈനൈറ്റ് ഏരിയ ഉള്ള വാല്യൂവിനെ നമുക്ക് പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഓരോ പീസിൻ്റെയും വലിപ്പം ലെസ് ദാൻ എപ്സിലോണായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇ എന്ന സെറ്റിനെയും ഇതുപോലെ നമ്മൾ സ്മോൾ പീസുകളാക്കി മാറ്റും. അത് എ എന്ന രൂപത്തിലുള്ള സെറ്റുകൾ. ഈ എകളുടെ വലിപ്പമൊക്കെ അതായത് മെഷറൊക്കെ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും എന്നാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു വലിയൊരു കേക്കാണ് ഈ ഏരിയ ടോട്ടൽ ഏരിയ എന്നെങ്കിൽ അതിനെ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുക. ഓരോ പീസിൻ്റെയും അളവെന്ന് പറയുന്നത് എപ്സിലോണാണ്. അതുപോലെ ആ പീസുകളുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി തിരിച്ച് മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആണെങ്കിൽ, അപ്പോൾ തിരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഇതേ കാര്യത്തിൻ്റെ റിവേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് മെഷർ ഓഫ് ഈ ഫൈനൈറ്റുമാണ് ഈ പറയുന്ന കണ്ടീഷൻ ഏത് എപ്സിലോൺ എടുത്താലും ദർ ഈസ് എ ഡെൽറ്റ വിത്ത് മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ ദെൻ ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ, 1 എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് ഇൻറ്റഗ്രബിൾ ഓവർ ആയിരിക്കും എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺവേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺവേഴ്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നാം ആദ്യം സപ്പോസ് ചെയ്ത് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ എന്ന് പറഞ്ഞു. എഫ് ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ഇൻറ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ ശരിക്കും നമ്മളിവിടെ 1 പ്രൂവ് ചെയ്യുക, പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി അത് ആരിലേക്ക് കൂടി കൊണ്ടുവരാൻ പറ്റും, എഫിൽ കൂടി കൊണ്ടുവരാൻ പറ്റും. കാരണം പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും കൂടി ആഡ് ചെയ്താണ് അതിൻ്റെ അബ്സല്യൂട്ട് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്കത് ε/2 കുറവായിട്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കോളും. കാരണം ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എ എഫ് പ്ലസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ എഫ് മൈനസ് ആണ്. രണ്ടിൻ്റെയും വാല്യൂ <ε/2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും പ്രൂവ് ചെയ്യുന്നതിന് പകരം ഗിവൺ ഫംഗ്ഷൻ തന്നെ നോൺ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്യുകയാണ്. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി അസ്യൂം ദാറ്റ് അവർ ഫംഗ്ഷൻ ഈസ് നോൺ നെഗറ്റീവ്. ഇനി നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഇൻ ടേംസ് ഓഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടാണ്. കാരണം ഇൻ്റഗ്രൽ ഓവർ എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓവർ ആൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ അല്ലേ. ഫൈ എന്ന് പറയുന്ന ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്. ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 0 ആവാത്ത കേസിൻ്റെ സെറ്റ് മെഷർ സെറ്റ് ഫൈനൈറ്റ് ആണെന്ന്. ഓക്കെ, മെഷർ ഓഫ് ഇ നോട്ട് ഫൈനൈറ്റുമാണ്. ഇ നോട്ട് എന്ന സെറ്റിൽ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 അല്ല എന്നുകൂടിയാണ് ഫൈനൈറ്റ് സപ്പോർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഈക്വൽ ടു സുപ്രീമം ഓവർ ഫൈ < എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ എന്നാണ് നമുക്ക് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ലബേക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്നു ടു കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. സുപ്രീമത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു സീക്വൻസിൻ്റെ സുപ്രീമമാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ സീക്വൻസിലുള്ള ഏതെങ്കിലും ചില പോയിൻറ്റ്സിൻ്റെ കൂടെ എപ്സിലോൺ കൂട്ടിക്കഴിഞ്ഞാൽ അത് സുപ്രീമത്തേക്കാൾ വലുതായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഓപ്പൺ ഇൻറോൾ 0 1 സുപ്രീമം എന്ന് പറയുന്നത് 1 ആണ്. സെറ്റിൻ്റെ സുപ്രീമം 1 ആണ്. ഓക്കെ, ഓപ്പൺ ഇൻറോൾ 0 സുപ്രീമം 1 ആണ്. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/2 എന്ന് ചൂസ് ചെയ്തു. ഇനി അതിലൊരു എലമെൻറ്റാണ് 3/4 എങ്കിൽ 3/4 + 1/2 എന്ന് പറയുന്നത് സുപ്രീമത്തേക്കാൾ വലുതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് പറയുന്നത് < ഇൻ്റഗ്രൽ ഓവർ 5ε + ε/2 എന്ന് വിളിക്കാം. അതായത് അവിടെ സീക്വൻസിലെ മെമ്പർ കിട്ടണം, അത്തരത്തിലുള്ള ഇൻ്റഗ്രലുകളിലെ ഒരു മെമ്പർ. അതിനുവേണ്ടി വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ 5ε കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. വി ക്യാൻ ഹാവ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ 5ε such that its value lies between 0 and f and integral over e f is less than integral over e 5ε + ε/2. അത് നമുക്ക് അറിയുന്ന കാര്യം. ഈ അറിയുന്ന കാര്യത്തെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? ആ ഇൻ്റഗ്രൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് ε/2 ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ 5ε ഈക്വൽ ടു ലീനിയറിറ്റി അപ്ലൈ ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് 5ε ദാറ്റ് ഈസ് ലെസ് ദാൻ ε/2 എന്ന് കിട്ടുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സുപ്രീമത്തിൻ്റെ ഡെഫിനിഷനാണ് അപ്ലൈ ചെയ്യുക. അതിവിടെ എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇഫ് എ സബ്സെറ്റ് ഓഫ് ഇ മെഷറബിൾ ദെൻ ബൈ ദി ലീനിയറിറ്റി ആൻഡ് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ ഓഫ് ദി ഇൻ്റഗ്രൽ ഓവർ എഫ്, അത് ഏതൊരു സബ്സെറ്റ് എടുത്താലും ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എ 5ε ക്യാൻ ബി റിട്ടേൺ ആസ് ലീനിയറിറ്റി ആദ്യം കൊടുത്തു. ഇനി എയും എ കോംപ്ലിമെൻറ്റും കൂടി ചേരുന്നതാണ് ഇ. അപ്പോൾ എയിൽ പറയുന്ന ഇൻ്റഗ്രലിനേക്കാൾ വലുതായിരിക്കും ഇയിൽ പറയുന്നത് ഇൻ്റഗ്രൽ. അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ വെച്ചുകൊണ്ടാണ്. ദിസ് ഈസ് <= ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് എപ്സിലോൺ. ഇനി അവിടെ ലീനിയറിറ്റി എങ്ങനെ അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ 5ε. പക്ഷേ തൊട്ട് മുകളിൽ പറഞ്ഞത് ദാറ്റ് ഈസ് <= therefore we get ഇൻ്റഗ്രൽ ഓവർ എ എഫ് ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ എ 5ε + ε/2. അപ്പോൾ നമ്മളിവിടെ ആദ്യം ബൗണ്ടഡ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ആദ്യം എഴുതി. ഇനി അത് ഇയിലാണ് പറഞ്ഞത്. ഇനി എ എന്ന് പറയുന്ന ഏതോ ഒരു സബ്സെറ്റ് ആണെങ്കിലും ഇതേ കാര്യം സംഭവിക്കുന്നു മനസ്സിലായി. ഓക്കെ, തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യം ഇത് എയിലും സംഭവിക്കുന്നു. എ സബ്സെറ്റ് ഓഫ് ആരാന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്, എ സബ്സെറ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിൻസ് 5ε ഈസ് ബൗണ്ടഡ്, കാരണം ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇ നോട്ട് എന്ന ഫൈനൈറ്റ് സപ്പോർട്ടിൽ അതിൻ്റെ വാല്യൂസ് എല്ലാം എം എന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റിയേക്കാൾ കുറവായിരിക്കും. ആ എം ആണ് ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് എ സബ്സെറ്റ് ഓഫ് ഇ ഈസ് മെഷറബിൾ ദെൻ ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഇസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ എ 5ε + ε/2. പക്ഷേ ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ടോട്ടൽ വാല്യൂ എമ്മിനേക്കാൾ കുറവായിരിക്കും. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ഈ സെറ്റിൽ എല്ലായ്പ്പോഴും എമ്മിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എ എം പ്ലസ് ε/2 എന്ന് കിട്ടുന്നു. എം കോൺസ്റ്റൻ്റ് ആണ്, അതായത് എം ഇൻറ്റു മെഷർ ഓഫ് എ പ്ലസ് ε/2 എന്ന് കിട്ടുന്നു. ഇനി എ എന്ന സെറ്റിനെ ചൂസ് ചെയ്യാൻ എ സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ വേർ ഡെൽറ്റ ഈക്വൽ ടു ε/2m എന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഇസ് ലെസ് ദാൻ, നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയത് എം ഇൻറ്റു മെഷർ ഓഫ് എ ആണ്. പക്ഷേ മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ε/2m. അപ്പോൾ എം ഇൻറ്റു ε/2m പ്ലസ് ε/2 എന്ന് കിട്ടുന്നു. എം കട്ട് ചെയ്തു. ε/2 പ്ലസ് ε/2 ഈക്വൽ ടു എപ്സിലോൺ. therefore we get ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. അത് ഇൻ്റഗ്രബിലിറ്റി എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പുതിയ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ആൻഡ് എ സെറ്റ് എ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി കോൺവേഴ്സ് പാർട്ടിലേക്ക് പോകുമ്പോൾ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ്
ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. മെഷർ ഓഫ് അതായത് കോൺവേഴ്സിൻ്റെ പ്രത്യേകത മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആയിരിക്കണം. ആൻഡ് കറസ്പോണ്ടിങ് ടു ഈച്ച് എപ്സിലോൺ ദർ ഈസ് എ ഡെൽറ്റ ഇൻ വിച്ച് ഇക്വേഷൻ 1 ഹോൾസ്. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇഫ് എ സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ദെൻ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എഫ് ഇൻ്റഗ്രബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ തൊട്ട് മുകളിലെ കണ്ടീഷൻ എപ്സിലോൺ ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുമ്പോൾ വി ഗിൽ ഗെറ്റ് എ ഡെൽറ്റ. ആ ഡെൽറ്റയ്ക്ക് ഡെൽറ്റ നോട്ട് എന്ന് പേര് കൊടുത്തു. ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ഈസ് ലെസ് ദാൻ 1. ഇക്വേഷൻ 2 എന്ന് പേര് കൊടുത്തു. ഇനി മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ്. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടോ മെഷർ ഓഫ് ഇ ലെമ്മ 22 പറഞ്ഞ ഏതൊരു ഫൈനൈറ്റ് മെഷറുള്ള സെറ്റിനെയും ഏതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉപയോഗിച്ചും ഒരു ഡിസ്റ്റോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സബ്സെറ്റിൻ്റെ യൂണിയനാക്കി എഴുതാൻ പറ്റും. അപ്പോൾ കറസ്പോണ്ടിങ് ടു അവർ ഡെൽറ്റ നോട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ ഡിസ്റ്റോയിൻറ്റ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് E1 E2 എക്സെട്ര En such that measure of each set is less than delta naught for every k varies from 1 to n. Then integral over E mod of is equal to E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ ആണ്, യൂണിയൻ ഇ കെ ആയിട്ട് എഴുതാം. അപ്പോൾ യൂണിയൻ കെ varies from 1 to n E k mod f എന്ന് എഴുതാം. ഇൻറ്റഗ്രേഷൻ ദാറ്റ്സ് ഈക്വൽ ടു ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സ് ആയതുകൊണ്ട് അഡിറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സമേഷൻ കെ varies from 1 to n ഇൻറ്റഗ്രൽ ഓവർ ഇ കെ mod f. അഡിറ്റിവിറ്റി ഓവർ ഡൊമൈനാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇൻറ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എ എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ ബി എഫ് ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്റ്റോയിൻ എന്നുള്ള ആ പ്രോപ്പർട്ടി. ദിസ് ഈസ് ലെസ് ദാൻ സമേഷൻ കെ varies from 1 to n 1 എഴുതാം. കാരണം മോഡ് ഓഫ് ലെസ് ദാൻ ആ വാല്യൂ ലെസ് ദാൻ 1 ആണ് നമുക്കറിയുന്നതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു n എന്ന് കിട്ടും. ഓക്കെ, ഇനി അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ ഓഫ് ഇൻറ്റഗ്രേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എഴുതിയത്. ദാറ്റ് ഇഫ് എച്ച് ഈസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ദെൻ ഈ ഇൻറ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രലാണ്. അത് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സുപ്രീമമാണ്, ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമമാണ്. അപ്പോൾ ഓരോ വാല്യൂം സുപ്രീമത്തേക്കാൾ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഇൻറ്റഗ്രൽ ഓവർ ഈ എച്ച് ഈസ് ലെസ് ദാൻ ഇൻറ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ്, ബട്ട് ദാറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ എൻ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ട്രൂ ഫോർ എനി ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0 and f. Therefore supremum is also satisfies that condition എന്ന് കിട്ടും. supremum over 0 less than or equal to h less than f integral over e h is less than n, but that value is less than infinity എന്നറിയാം. നാച്ചുറൽ നമ്പർ n എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻറ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടുന്നു, ലെസ് ദാൻ ഇൻഫിനിറ്റി. ലെസ് ദാൻ തൊട്ട് മുകളിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാമായിരുന്നു. ഇൻറ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഈസ് ലെസ് ദാൻ n ആണ്. ദാറ്റ് വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.